ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ വ്ലോഗാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. ഓഗസ്റ്റ് 15 ഓഫീസൊക്കെ അവധിയാണെങ്കിലും നമുക്ക് അവിടെ പ്രോഗ്രാം ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ മടി പിടിച്ച് വീട്ടിൽ ഇരിക്കാം, പക്ഷെ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ വർഷവും പോകാറുണ്ട്, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാറും ഉണ്ട്. എനിക്ക് ഈ പരേഡ് കാണാനും ഫ്ലാഗ് ഉയർത്തുന്നതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പാട്രിയോട്ടിസം ഇങ്ങനെ വരില്ലേ, രാജ്യസ്നേഹം, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വർഷം ഫ്ലാഗ് ഉയർത്തിയതിന് ശേഷം വന്ദേ മാതരവും ചൊല്ലണമെന്ന് മിനിസ്ട്രിയിൽ നിന്നും നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരേഡാണ്. ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ KV സ്കൂളിലെ ആൾക്കാർ, CISFന്റെ ആൾക്കാർ, പിന്നെ നമ്മുടെ ഡിജ സെക്യൂരിറ്റീസ്, ഇവർ ഇത്രയും പേരുടെ ഒരു പരേഡൊക്കെ ആയിരുന്നു. Honor, confidence and impeccable control followed by 5 platoons. पहले नंबर पर सुरक्षा दल के प्लाटून का नेतृत्व श्री SK मीना SI, पहले नंबर पर सुरक्षा दल के प्लाटून का नेतृत्व श्री SK मीना SI एग्जीक्यूटिव द्वारा किया जा रहा है, जो बहुत ही शिद्दत से आगे बढ़ रहे हैं. Leading the parade with dignity, here comes the fire wing led by Shri Raju Varghese. Next in line is DJ KV students. Disciplined, determined and marching in perfect harmony. അത് കഴിഞ്ഞ് കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അടുത്തായിരുന്നു എല്ലാവരും കാത്തിരുന്ന ടഗ് ഓഫ് വാർ. പേര് കണ്ട് പേടിക്കേണ്ട, നമ്മുടെ സാധാ വടംവലിയാണ്. ഒരു സൈഡിൽ എംപ്ലോയീസ്, ഒരു സൈഡിൽ CISF. അപ്പം നല്ല മത്സരം തന്നെയായിരുന്നു. പക്ഷെ ആരാണ് ജയിക്കുക എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവർ CISFന്റെ ആൾക്കാർ നല്ല ഫിറ്റാണ്, സോ അവർ തന്നെയാണ് വിൻ ചെയ്തത്. ഞാൻ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം ഇത് കാണാൻ വേണ്ടിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടി. ട്രൈ കളർ ഡെമോൺസ്ട്രേഷൻ ആണ് ഇത്. CISFന്റെ ഫയർ വിങ് ആണ് ഇത് ചെയ്യുന്നത്. ഇത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, എനിക്കത് എത്രത്തോളം ആണെന്ന് പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ നേരെ അടൂരാണ് പോയത്. സ്റ്റുഡിയോയിലോട്ട് പോയി. കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു 299. പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലടാ. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. മൊത്തത്തിലൊരു വെള്ളമയമായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാനും ചേട്ടനോട് SM-ലാണ് കയറിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരുന്നത്. പക്ഷെ ഭയങ്കര തിരക്ക് കണ്ടുകൊണ്ടാണ് അകത്തോട്ട് കയറിയത്. അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല, അതുമാതിരി തിരക്കായിരുന്നേ. ഡ്രസ്സൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഒന്നും എടുത്തില്ല. എന്നിട്ട് നേരെ പന്തളത്താണ് പോയി. ഇതാണ് പന്തളം NSS കോളേജ്. ശനിയാഴ്ച ആയതുകൊണ്ടും സന്ധ്യ സമയം ആയതുകൊണ്ടും റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഓടിക്കുന്ന ആൾക്കുള്ള ഈ ബുദ്ധിമുട്ട് ഞാൻ പുറകിയിരുന്ന് ഇങ്ങനെ ചില്ല് ചെയ്യുമായിരുന്നു. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശന്നു. അപ്പം നമ്മൾ നൂറിനാട്ടെ മൂൺലൈറ്റിൽ കയറി നല്ല ഫുഡൊക്കെ ഓർഡർ ചെയ്തു കഴിച്ചു. ഞങ്ങൾ പൊറോട്ടയാണ് കഴിച്ചത്. അപ്പം വയറും മനസ്സും നിറഞ്ഞ സ്ഥിതിക്ക് ബാക്കി ഇനിയും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.